ഹലോ ഹലോ. അപ്പൊ നമ്മളിപ്പോ ആയിരിക്കുന്നതാണ് ഗലീലിയ തടാകത്തിലാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത്. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഗലീലിയ തടാകത്തിനെ കൂടിയാണ് നമ്മളിപ്പോ ഒരു ബോട്ട് യാത്ര. അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇസ്രായേലിന്റെ വണ്ടിൽ ഇസ്രായേലിന്റെ പതാകയോടൊപ്പം നമ്മുടെ പതാകയുടെ ഉയർത്താൻ പോകുന്ന ഒരു അസുലഭ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും സാക്ഷി വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയഗാനം ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ദേശീയഗാനം കൂടെ പാടാം. അപ്പോൾ ആരോ ഉയർത്തണ കൂടി? ഇതിലെ ഏറ്റവും മൂത്ത ആളാരാ? നമ്മൾ സാധാരണ വൈദികരെയൊക്കെയാണ് ചെയ്യിക്കാറ്. അപ്പോൾ വൈദികരില്ലാത്തതുകൊണ്ട് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം ഉള്ള ആളെ കൊണ്ട് നമ്മൾ ഈ സെറിമണി നമ്മൾ നടത്തുകയാണ്. സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ കലവംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തബ ജപനാ में जागे तव शुभ आशीष मागे गाहि तव जय गाथा गण गण मंगलदायक जय हे भारत भाग्य विधात जय हे जय गे जय हे भारत माता की जय, भारत माता की जय. അങ്ങനെ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും പതാകകൾ ഒരുമിച്ച് പറന്നിരിക്കുന്നു ആകാശത്തിൽ. ഗലീലിയ തടാകത്തിന്റെ മധ്യത്തിൽ. ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു കടലല്ല, ഒരു തടാകമാണ്. നൈസ് ഇന്ത്യ. യഹൂദന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നൈസ് ഇന്ത്യ. ഗലീലിയ തടാകത്തിന്റെ ഒരു വ്യൂ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോ ഒരു ബോട്ടിൽ ഗലീലിയ തടാകത്തിന്റെ ഒരു വ്യൂ ആണ്. ബോട്ട് നീങ്ങി തുടങ്ങി. നമ്മുടെ ഇന്ത്യൻ പതാക ഇവിടെ വെച്ച് ഉയർത്താനുള്ള ഒരു അവസരം നമുക്കുണ്ടായി. ഗലീലിയ തടാകം 53 കിലോമീറ്റർ സ്ക്വയറിൽ സർക്കംസ്റ്റാൻസ് ഇങ്ങനെ കിടക്കുവാണ്. അതിനകത്ത് 21 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു നീട്ടം എന്ന് പറയും. വിഡ്ത്ത് 13 കിലോമീറ്റർ ആണ്. അത്രേ ഉള്ളൂ. ഇത്രയും ചെറിയൊരു തടാകമാണ്. ഇപ്പോ എല്ലാരും എണീക്കട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മള് കൂടെ പാടാം. ഇതൊരു ഇസ്രായേലി ആലപിച്ച ഇസ്രായേലിയാണ് ഈ പാട്ട് ആലപിച്ചത്. എല്ലാവർക്കും കൂടെ പാടാം. Bye.
ഈ